ഗൈസ് മോർണിംഗ്. മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ വാരണാസിയിൽ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അയോധ്യയ്ക്കാണ്. ഇവിടെ നിന്ന് സിറ്റി റെയിൽവേ സ്റ്റേഷൻ, വാരണാസി സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നമുക്ക് ട്രെയിനിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. 300 റുപ്പീസ് ഇവിടെ ഹരിചന്ദ്രഘട്ടിൽ നിന്ന് സിറ്റി റെയിൽവേ സ്റ്റേഷൻ. കഴിച്ച് നമ്മുടെ ചെവി അടിച്ചു പോകും ഇവിടെ, അത്രയ്ക്ക് ഹോർണടിയാണ് ഇവിടെ. എല്ലാവരും അത് എന്തോ ഹോൺ ഞെക്കി പിടിച്ചോണ്ടിരിക്കും. നമ്മുടെ ചെവിയുടെ ഇടപാട് തീരും ഇവിടെ കുറച്ച് ദിവസം നടന്നു കഴിഞ്ഞാൽ. ഗൈസ് അങ്ങനെ നമ്മൾ വാരണാസിയിൽ നിന്ന് വിട പറയാണ്. വിട പറയാമെന്ന് പറയാൻ പറ്റത്തില്ല, 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, എന്നിട്ടേ നാട്ടിൽ പോവുകയുള്ളൂ. സിറ്റി ശ്രദ്ധിച്ചോ ഗൈസ്, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിത സിറ്റിയാണ്. എല്ലാം പഴയ ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ടാണ്. പോലീസ് വാലായ ഗൈസ്, ഇവിടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക സ്കില്ല് വേണം. കാര്യം നമുക്ക് ഈ തിരക്കിനിടയിൽ കൂടെ ഒക്കെ ഞൊത്തൊക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് വണ്ടിയും ഒരു വൃത്തിയുള്ളൊരു വണ്ടി ഉണ്ടാകത്തില്ല. എല്ലാം ഒരഞ്ഞ് അവിടെ ഇവിടെയും തട്ടിയും ഒക്കെ ആയിട്ടിരിക്കുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ടൂറിസ്റ്റ് ആണെന്നവർ മനസ്സിലാക്കുക. അവർ നമ്മളെ കണ്ടാൽ അറിയാമല്ലോ ടൂറിസ്റ്റ് ആണെന്ന്. അപ്പോൾ അവർ കൂടുതൽ റേറ്റ് ചോദിക്കും. ഇപ്പം 300 രൂപയുടെ ഓട്ടോ ആണെങ്കിൽ അവർ 500 ചോദിക്കും. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. ഗൈസ്, ഇന്നലെ ഞങ്ങൾ ബാങ്ക് അടിച്ചില്ലായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ചിലരൊക്കെ മാനത്തായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഒഴുകി നടക്കുമായിരുന്നു കേട്ടോ. അതാണ് ബാങ്ക്. കുഴപ്പമില്ലായിരുന്നു. ചിലർ പറയുന്നു വയറിളകുന്നൊക്കെയാണ്, പക്ഷെ നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു. നിനക്ക് വല്ല ഇളകിയോടെ? എൻ്റെ ഒന്നും ഇളകിയില്ല. സൂപ്പർ സാധനമാണ് ബാങ്ക് കേട്ടോ. ആര് വന്നാലും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ വാരണാസിയിൽ ഈ ഘട്ടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നിടത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ വെളിയിലോട്ട് വന്നാൽ തന്നെ ആ സിറ്റിയുടെ സ്റ്റൈലേ മാറും കേട്ടോ. അവിടെ ഉള്ള ഒരു ജീവിത രീതികളല്ല കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നോർമൽ സിറ്റി പോലെയാണ്. മറ്റേ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള സിറ്റി കെട്ടിടങ്ങളൊക്കെ അല്ലേ. അപ്പം നമുക്കത് വേറൊരു ഫീലാണ് അവിടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ. വെളി വന്നു കഴിഞ്ഞാൽ ഒരു നോർമൽ സിറ്റി പോലെ തന്നെ ആവും. ഗൈസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. ഇതൊരു ഇലക്ട്രിക് ഓട്ടോയാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ വേറെ നമ്മുടെ ഈ സൗത്ത് സൈഡിലൊന്നും ഇല്ലാത്ത ടൈപ്പ്, എനിക്കൊന്ന് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. ഗൈസ്, റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? വാരണാസി സിറ്റി ഒരു ക്ഷേത്രം പോലെ അല്ലേ. ഇതൊരു പഴയ റെയിൽവേ ക്രെയിനാണെന്ന് തോന്നുന്നു, റെയിൽവേ ഉപയോഗിക്കുന്ന ക്രെയിന്. ഇത് വളരെ നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഒരു സ്മാരകം പോലെ തന്നെ. മുമ്പ് നമുക്ക് വേണ്ടി ഒരുപാട് ജോലി ചെയ്ത ഒരാളാണ്, ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇത് പ്ലാറ്റ്ഫോമിലായിട്ട് കയറാനുള്ള ഒരു ഇടനാഴിയാണ്. ഞങ്ങളങ്ങനെ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വെയിറ്റിംഗ് റൂമിൽ ഇങ്ങനെ ഇരിക്കുക. ഇത് 2 മണിക്കാണ് ട്രെയിന്, പക്ഷേ ഇപ്പോൾ സമയം 11 മണിയായത്. 3 മണിക്കൂറുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണം ബുദ്ധിമുട്ടാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സൈഡ് ഭക്ഷണം, നമുക്ക് സെറ്റ് ആവത്തില്ല. ഇവിടുത്തെ ഈ റൊട്ടി, കച്ചൂരി അങ്ങനെയൊക്കെയുള്ള എല്ലാം കിഴങ്ങും ദാലും ചേർന്നുള്ള സംഭവങ്ങളാണ്. കായമൊക്കെ കൂടുതലാണ്. ഞങ്ങളവിടെ താമസിക്കുമ്പോൾ നമുക്കൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു റെസ്റ്റോറൻറ്റ് കിട്ടി, ബാലാജി എന്ന് പറഞ്ഞാൽ. അത് കൊള്ളാമല്ലോ, നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. ഇത് 2 മണിയായതോടെ സമയം വെയിറ്റ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് കയറണം. 2 മണിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടുന്ന് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് കയറിയാൽ മതി. ഓക്കെ. അത് ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിന്. ഇത് നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ടായിരുന്നു. ഗൈസ് അങ്ങനെ ട്രെയിനെ കയറി. ട്രെയിന് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അഹമ്മദാബാദ് വരെ പോകുന്ന ട്രെയിനാണിത്. ഗുജറാത്തിൽ 3 ദിവസം. മറ്റന്നാളിൽ ഉച്ചയ്ക്ക് അഹമ്മദാബാദിൽ ചെല്ലും. ട്രെയിനിൽ കയറി. ഒരു മനുഷ്യനും ഇല്ല, ഫുള്ള് കാലിയാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല. AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാണോ എന്തോന്നറിയില്ല. ഇവിടെ ആകെപ്പാട് ഞാനിവിടെ എല്ലാം പരിചയപ്പോൾ എനിക്ക് ഒരേ ഒരു മനുഷ്യജീവിയെ കാണാൻ പറ്റിയത് ഇവിടെ ഒരെണ്ണമാണ്. നല്ല ഓരോ മനുഷ്യജീവി ഇവിടെ ഇല്ല, ഫുള്ള് സൈലൻറ്റ്.
ഇത് രണ്ട് സീറ്റിംഗ് ഉള്ളതാണ്, 3 അല്ല. ഗൈസ് അങ്ങനെ വണ്ടി എടുത്ത് കേട്ടോ, വാരണാസിയിൽ നിന്ന് കറക്റ്റ് സമയത്തിന് എടുത്ത്. 2 മണിയെന്ന് പറഞ്ഞ് 2 മണിക്ക് തന്നെ എടുത്ത്. ഈ റെയിൽവേക്ക് 2 സൈഡുമായിട്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളാണ്, ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങളാണ് കിടക്കുന്നത്. ഇത് നെല്ലാണെന്ന് തോന്നുന്നു, മനസ്സിലാവുന്നില്ല. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. നമുക്ക് 6:30 സ്റ്റേഷനിൽ എത്തേണ്ട സമയം. ഗൈസ് അങ്ങനെ അയോധ്യാധാം സ്റ്റേഷനിലെത്തി. ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. എന്ത് രസമാണെന്നറിയാം ഇതിൻ്റെ അകം കാണാൻ, സ്റ്റേഷൻ ഉൾവശം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ അയോധ്യാധാം ജംഗ്ഷനിൽ വന്നേക്കാണ്. നല്ല എൻ്റെ പുറകെ കാണുന്നത് അയോധ്യ സ്റ്റേഷനാണ്, പുതിയ സ്റ്റേഷൻ. എന്നാ ഭംഗിയല്ലേ കാണാൻ അല്ലേ? നമുക്ക് എത്ര സൂപ്പറായിട്ടുണ്ട്. ഗൈസ് ഹിന്ദിയും ഇംഗ്ലീഷും പിന്നെ വേറൊരു ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഏത് ഭാഷയാണെന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ് അപ്പോൾ നമ്മൾ ഇറങ്ങിയ പാടെ വല്ലതും കഴിക്കാൻ വേണ്ടി എടുത്ത് കയറി. ഉച്ചയ്ക്ക് പോലും കഴിച്ചതല്ലായിരുന്നു, അതുകൊണ്ട് എന്തായാലും കഴിച്ചിട്ടാണ് അടുത്ത പരിപാടി. നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തേ. 2 റൊട്ടിയും ബട്ടർ റൊട്ടി ഇവിടുത്തെ നല്ല സാധനമാണ്. പിന്നെ ഒരു പനീർ ഡ്രൈ മസാല, പനീർ മഞ്ചൂരിയൻ ഡ്രൈ, പിന്നെ ഒരു വെജ് ഫ്രൈഡ് റൈസ്, 2 ലസ്സി. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ റൊട്ടി വന്നു. നമ്മൾ ഓർഡർ ചെയ്ത് പനീർ മസാല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റൂം എടുത്തു, നമ്മുടെ സ്റ്റേഷനടുത്ത് തന്നെ റൂം എടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ നമ്മൾ രാമക്ഷേത്രത്തിലോട്ട് പോകും. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.